ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും മമ്മൂക്ക തമിഴിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ. അതെ, കഴിഞ്ഞ ദിനം റാം എന്ന ഡയറക്ടർ മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം അല്ലെങ്കിൽ അദ്ദേഹം മമ്മൂക്കയുമായിട്ട് ഒരു കഥ പറഞ്ഞു, ആ കഥ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം മമ്മൂക്ക അദ്ദേഹത്തെ വിളിച്ച് വീണ്ടും അന്വേഷിച്ചു ആ ഒരു കഥയെക്കുറിച്ച്. അതെ, മമ്മൂട്ടി എന്ന നടൻ്റെ പ്രത്യേകത അതുതന്നെയാണ്. 50 വർഷത്തോളമായി അദ്ദേഹം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞാടാൻ തുടങ്ങിയിട്ട്, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മുടിചൂടാൻ മന്നനായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നും അദ്ദേഹം നല്ല സിനിമകൾക്ക് പിറകെ പോകുന്ന കാഴ്ചകൾ തന്നെയാണ്. അതെ, റാം എന്ന സംവിധായകനെ നമുക്കെല്ലാവർക്കും അറിയാം. എവിടെയൊക്കെ ചലച്ചിത്രമേളകൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്പർ 1 ആയി വരുന്ന സിനിമകൾ തന്നെയാണ്. എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തം. മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ എന്നുള്ള വേർതിരിവിനപ്പുറത്തേക്ക് മമ്മൂട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. തമിഴിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഒട്ടുമിക്ക സിനിമകളെന്നല്ല 90% സിനിമകളും പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ സിനിമകൾ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ റാം, അതായത് പേരൻപ് എന്ന ചിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നാഷണൽ അവാർഡ് ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയ സിനിമ. നമുക്ക് പിന്നെ അറിയാം ആ കഥ. സിനിമയ്ക്ക് ലാഗാണെന്നും പറഞ്ഞിട്ട് അതിന് അവാർഡ് കൊടുക്കാതിരുന്ന അവാർഡ് കമ്മിറ്റിയിലെ പ്രമുഖനായ മലയാളിയെക്കുറിച്ചും നമുക്കറിയാം. അതുതന്നെയാണ് ആ ഒരു സിനിമയ്ക്കുണ്ടായ ആകെ നെഗറ്റീവ്. അത്ര ഗംഭീരമായിരുന്നു അതിലെ പെർഫോമൻസ്. മമ്മൂട്ടിക്ക് മാത്രമല്ല, സാധന എന്ന ചെറിയ കുട്ടി ഈ സിനിമയിലെ പെർഫോമൻസ് അത്ര ഗംഭീരം തന്നെയായിരുന്നു. റാമിൻ്റെ ആ ഒരു സിനിമ ആരും മറക്കില്ല. ഇന്നും IMDbയിൽ നമ്പർ 1 ആണ് തമിഴിൽ ആ ഒരു സിനിമ. ഒരു മലയാളി നടൻ്റെ സിനിമയാണ് തമിഴിൽ IMDbയിൽ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇവിടെ വീണ്ടും മമ്മൂട്ടി തമിഴിലേക്ക് എത്തുകയാണ് റാമിൻ്റെ ചിത്രത്തിലൂടെ. അതായത് വലിയ താമസമില്ലാതെ തന്നെ ആ ഒരു കഥയിൽ അല്ലെങ്കിൽ ആ കഥയുടെ കഥാപാത്രമായി മമ്മൂട്ടി എത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കുറച്ച് സമയങ്ങൾ വേണം എന്നുള്ളത് സംവിധായകൻ പറയുമ്പോൾ തനിക്ക് കഥ ഇഷ്ടമായി എന്നുള്ള മമ്മൂട്ടിയുടെ ഉറപ്പും നമുക്ക് കാണാൻ കഴിയുന്നു. കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മമ്മൂക്ക ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തകൃതിയായി കളങ്കാവലിൻ്റെ ഞെരിപ്പൻ പ്രകടനവും അതേപോലെയുള്ള പ്രമോഷനും കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കളങ്കാവൽ വരുമ്പോൾ ഞെട്ടിക്കും. അത് മലയാളികളെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ചാത്തനായി വന്ന് ഇക്കുറി സംസ്ഥാന അവാർഡ് നേടുന്ന മമ്മൂക്ക അടുത്ത പ്രാവശ്യവും ഒരു കട്ട എതിരാളിയായി ഒരുപക്ഷെ പിന്നെയും സംസ്ഥാന അവാർഡ് നേടുന്ന ആളായി മാറുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്തായാലും കളങ്കാവൽ അമ്മാതിരി ഞെരിപ്പൻ ഐറ്റം എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും മമ്മൂട്ടിയുടെ അതേപോലെയുള്ള അതിഗംഭീരമായിട്ടുള്ള പ്രകടനം വീണ്ടും കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ മലയാളിയുടെയും സന്തോഷം എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. ഗ്രേറ്റ് മീഡിയ.